വളരെ പെട്ടെന്ന് ഈ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാനുള്ള സാധ്യതകൾ മുഴുവൻ തള്ളിക്കളയുകയാണ്. നിലവിൽ സമാധാന ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. MC നാസർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരും. നാസർ, അങ്ങനെ ദിനം പ്രതി ആക്രമണങ്ങൾ, മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ US പ്രസിഡന്റ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കരാറിലേക്ക് എത്തും, ഒരു നല്ല കരാറിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധിച്ചു നിൽക്കുമെന്ന മറുപടിയും ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടി എങ്ങനെയാണ് ഒരു കരാറിലേക്ക് എത്തുന്നതടക്കമുള്ള ഒരു ചർച്ചകളിലേക്ക് അടക്കം കടക്കുന്നതടക്കമുള്ള അല്ലെങ്കിൽ അതിലൊരു പുരോഗതി ഏത് നിലയ്ക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് MC നാസർ? വലിയ പ്രതീക്ഷകൾ ആ സ്വഭാവത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് പിന്നിട്ട കുറേ ആഴ്ചകളായി പറയുന്നുണ്ട് കരാറിനരികെ എത്തി ഉടൻ തന്നെ കരാറിൽ ഒപ്പുവെക്കും, അതോടുകൂടി ഓർമസ് തുറക്കും, അവിടെ തടഞ്ഞു വെക്കപ്പെട്ട കപ്പലുകൾക്ക് സുഗമമായി തന്നെ ഓർമസിലൂടെ കടന്നു പോകാൻ സാധിക്കുമെന്നൊക്കെ ഈ അവകാശവാദങ്ങൾ പറയുന്നതിനപ്പുറത്ത് പ്രായോഗികമായിട്ട് ഇറാനുമായിട്ട് ഒരു കരാറിലെത്താവുന്ന ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ പോലും രൂപപ്പെട്ടിട്ടില്ല എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇറാനും ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓർമസിൽ നിരന്തരമായിട്ട് സംഘർഷം ഉടലെടുക്കുന്ന ഒരു അവസ്ഥ. കാരണം രണ്ട് സേനകളും മുഖാമുഖം നിൽക്കുകയാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചെറിയ ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടായാൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കുക എന്നൊരു രീതി തന്നെയാണ് ഇറാനും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കുവൈത്തിനും അല്പം മുമ്പ് ബഹ്റൈനു നേരെയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതിനൊക്കെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പോലും സംഘർഷം ഈ വളരുന്നതും അല്ലെങ്കിൽ പ്രതിസന്ധി വീണ്ടും സങ്കീർണമാകുന്നതും സ്വാഭാവികമായിട്ടും മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ തുടരുകയാണ്. കാരണം ഇത് തീരുകയാണെങ്കിൽ അതോടുകൂടി സ്ഥിതിഗതികൾ കുറെ കൂടി മെച്ചപ്പെടാനും തൊഴിൽപരമായിട്ടും ഉപജീവന സംബന്ധമായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടാനും സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തകിടം മറിക്കുമാറാണ് ഇപ്പോൾ ഈ രണ്ട് സേനകളും നിരന്തരമായിട്ടുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം കിഷം ദ്വീപ് അതോടൊപ്പം തന്നെ ഗോരുക്ക്, ഈ രണ്ട് തന്ത്രപ്രധാന ദ്വീപുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായിട്ടാണ് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. അവിടങ്ങളിലുള്ള ഇറാന്റെ ഡ്രോൺ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ റഡാർ സംവിധാനങ്ങളും തങ്ങൾ തകർത്തുവെന്നുകൂടി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ രണ്ട് പടക്കപ്പലുകൾക്ക് നേരെ ഇന്നലെ തങ്ങൾ മുന്നറിയിപ്പ് വെടിവെപ്പ് നടത്തുകയും തുടർന്ന് ഈ കപ്പലുകൾ ഒമാൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പിൻവാങ്ങേണ്ട ഒരവസ്ഥ കൂടി രൂപപ്പെട്ടു എന്നുകൂടിയാണ് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഈ പ്രതിസന്ധി ഇനിയും തുടരുന്നത് സംബന്ധിച്ചപ്പോൾ ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് US പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. മറ്റേതെങ്കിലും അവസ്ഥയിൽ ഇപ്പോൾ 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. നേരത്തെ വിയറ്റ്നാം യുദ്ധം 19 വർഷം തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ 20 കൊല്ലത്തിലധികമാണ് നമുക്ക് പോരടിക്കേണ്ടി വന്നത്. പക്ഷേ ഇത് വെറും 3 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആരും അനാവശ്യമായിട്ടുള്ള ആശങ്ക വെച്ചു പുലർത്തേണ്ടതില്ല. കുറേ സമയമെടുത്താണെങ്കിലും നല്ലൊരു കരാർ ഇറാനുമായിട്ട് രൂപപ്പെടുത്താനാണ് താനും തന്റെ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാത്തിരിക്കണം. വെനിസ്വല മാതിരിയല്ല. കാരണം വെനിസ്വലയിൽ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മദുറോയെ പിടികൂടാനും അവിടുത്തെ എണ്ണയുടെ മേൽ പൂർണ്ണ നേതൃത്വം ആധിപത്യം സ്ഥാപിക്കാനും സാധിച്ചിരുന്നു. പക്ഷേ ഇറാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. കാരണം ഒരുപാട് സമയം വേണ്ടിവരുന്ന ഒരുപാട് അധ്വാനവും സാങ്കേതിക സംവിധാനങ്ങളും ആവശ്യമായി വരും. കാരണം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റണമെങ്കിൽ പോലും അതിന് വലിയ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് വിവിധ ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അഭിമുഖത്തിലും ട്രംപ് വ്യക്തമാക്കുന്നത്. കാരണം പിടിച്ചതിലും വലുത് ആണ് ഇനിയും കിടക്കുന്നത്. അത്രയും ശക്തമായിട്ടുള്ള ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം തന്നെ ഇറാനെതിരെ നടത്തിയാൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യം നിറവേറൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഘർഷം അനിശ്ചിതമായിട്ട് നീളുമെന്ന ഒരാശങ്ക കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ശരി, സിനാസറാണ് വിവരങ്ങൾ നൽകിയതെന്നാൽ